വന്ദേമാതരത്തിൻ്റെ ആദ്യത്തെ ഈരടികൾ മാത്രം ചൊല്ലാം. ഇതാണ് രാജ്യം അംഗീകരിച്ച നയം. പക്ഷേ അവിടെ ചെന്നിരുന്നപ്പോൾ കണ്ടത് വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലുന്നതാണ്. വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലുക എന്നത് RSSന്റെ നയമാണ്. അപ്പോൾ RSSന്റെ നയത്തിന് കീഴ്പ്പെടുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത്. ഇതിന് ശക്തമായ എതിർപ്പുയർന്നു, വിമർശനമുയർന്നു. ഇപ്പോൾ വീണ്ടും വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലണം എന്ന് സംസ്ഥാന ഗവൺമെൻറ് താഴോട്ട് സർക്കുലർ അയച്ചു എന്ന വാർത്തകൾ വന്നിരിക്കുന്നു. സംസ്ഥാന സർക്കാർ ഇങ്ങനെയൊരു നിലപാട് എന്തുകൊണ്ടാണ് എടുക്കുന്നത്? ആരുടെ നിലപാടാണത്? നമ്മുടെ രാജ്യം അത് അംഗീകരിച്ചിട്ടില്ല. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ പാർട്ടി അത് അംഗീകരിച്ചിട്ടില്ല. എന്തിനാണ് RSSന്റെ നയത്തിന് കീഴ്പ്പെടുന്നത്? RSSന്റെ അജണ്ടയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട് വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലി പ്രീതി സമ്പാദിക്കാൻ നോക്കുകയാണ്. ഇനിയും ദിവസമുണ്ട്. അടിയന്തരമായി ഇടപെടണം. ദുരഭിമാനം കാണിക്കരുത്. ഇത് മതനിരപേക്ഷതയുടെ പ്രശ്നമാണ്. മതനിരപേക്ഷത സംരക്ഷിക്കുന്ന നിലപാടുകളെ കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിക്കാവൂ. ആ കാര്യത്തിൽ മതനിരപേക്ഷ ചിന്താഗതിക്കാർക്കെല്ലാം വൻ നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സർക്കാർ അയച്ചിട്ടുള്ള സർക്കുലർ അടിയന്തരമായി പിൻവലിക്കണം. വന്ദേമാതരത്തിൻ്റെ ആദ്യ ഈരടി ചൊല്ലുന്നത് എല്ലാവരും അംഗീകരിച്ചതാണ്. ആ ആദ്യ ഈരടി ചൊല്ലിക്കോട്ടെ, അതിൽ തർക്കമില്ല. അതിനപ്പുറം കടക്കാൻ പാടില്ല. ഇതിൽ വ്യക്തത ഉണ്ടാക്കണം. നിങ്ങളറിയുമായിരിക്കുമല്ലോ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നം. ഇന്ത്യ ഗവൺമെൻറ് BJPയുടെ നേതൃത്വമുള്ള ഗവൺമെൻറ്റാണ്. BJPയുടെ നേതൃത്വം RSSനാണ്. RSSന് എല്ലാ കാര്യത്തിലും RSSന്റെ അജണ്ടയുണ്ട്. അവരൊരു വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നു. ആ നിയമ ഭേദഗതിയിൽ അവർ പറഞ്ഞത് അമുസ്ലിങ്ങൾ വഖഫ് ബോർഡിൽ വേണമെന്നാണ്. എല്ലാവരും എതിർത്തു. അതിനെ മതനിരപേക്ഷ ശക്തികൾ ആകെ എതിർത്തു. പാർലമെന്റിൽ വലിയ വിമർശനം അതിനെതിരെ ഉയർന്നു. സംസ്ഥാന നിയമസഭ ഏകണ്ഠമായി പ്രമേയം അംഗീകരിച്ചു. വലിയ വിമർശനം ഉയർന്നു വന്നു. സംസ്ഥാന ഗവൺമെൻറ് അതിനെതിരെ കോടതിയിൽ പോയി. അന്ന് LDF ഗവൺമെൻറ്റാണ്. കോടതിയിൽ ആ കേസ് നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് നിയമം അവിടെ പാസ്സായി. ആ നിയമം അനുസരിച്ചുള്ള വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കേണ്ട ഘട്ടം വന്നു. പഴയ വഖഫ് ബോർഡിൻ്റെ കാലപരിധി കഴിഞ്ഞു. ഞങ്ങൾ പുനഃസംഘടിപ്പിക്കേണ്ട ഘട്ടം വന്നു. ആ പുനഃസംഘടന നടത്തി. എങ്ങനെ? നിയമത്തിൽ പറഞ്ഞ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടല്ല. അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താതെ തന്നെ പുനഃസംഘടന നടത്തി. ആ ഭാഗം ഓടി ഒഴിച്ചിട്ടു. ബോർഡ് നടക്കുകയാണ്, ബോർഡ് പ്രവർത്തിക്കുകയാണ്, ഒരു തർക്കവുമില്ല. ബോർഡ് പ്രവർത്തിച്ചു വരുന്നു. സംഘപരിവാർ താല്പര്യത്തോടെ അതിനെതിരെ ഒരു ഹർജി പോയി കോടതിയിൽ. അപ്പോൾ LDF ഗവൺമെൻറ് അല്ല, UDF ഗവൺമെൻറ്റാണ്. UDF ഗവൺമെൻറ് അങ്ങോട്ട് കയറി പറയാണ്, ഈ നിയമം അനുസരിച്ചുള്ള അമുസ്ലിങ്ങളെ അടക്കം ഉൾപ്പെടുത്തിയുള്ള ബോർഡാണ് വേണ്ടത്. ഇപ്പോൾ വന്ന ബോർഡ് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് ഈ ബോർഡിനെ പിരിച്ചുവിടണം. ഞങ്ങൾ അമുസ്ലിങ്ങളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബോർഡ് പുനഃസംഘടിപ്പിച്ചോളാം. എന്താണിത്? രാജ്യത്തൊട്ടേറെ മതങ്ങളില്ലേ?
ആ മതങ്ങൾക്കെല്ലാം വിവിധ തരത്തിലുള്ള മതസ്ഥാപനങ്ങളില്ലേ? ഏതെങ്കിലും ഒരു മതത്തിന് ആ മതത്തിൽ പെടാത്ത ആളുകൾ ഉൾപ്പെടുന്ന ആ സ്ഥാപനത്തിൻ്റെ ഭരണ സംവിധാനമുണ്ടോ? ഒന്നിനുമില്ല. എന്തേ ഇവിടെ മാത്രം അത് വരാൻ കാരണം? അത് RSS അജണ്ട. ആ RSS അജണ്ടയ്ക്ക് എങ്ങനെ കീഴ്പ്പെടുന്ന നില വരുന്നു? ഇവിടെ ആരാ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയാണ് അമുസ്ലിങ്ങളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ പുനഃസംഘടിപ്പിച്ചോളാം എന്ന് പറയുന്നത്. എന്താണ് UDF ഗവൺമെൻറ് നയം? ഇത് RSSനുള്ള കീഴ്പ്പെടലല്ലേ? ഇതിൽ പരം കീഴടങ്ങൽ വേറെയുണ്ടോ?